അഗതി മന്ദിരത്തിൻ്റെ ഗേറ്റിലെത്തിയപ്പോഴാണ് നോവാ ക്ലേപ്പോൾ തൻ്റെ ഓട്ടം നിർത്തിയത്. അവിടെ എത്തിയപ്പോഴേക്കും അവൻ കുഴഞ്ഞുപോയിരുന്നു. ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അവൻ 1-2 മിനിറ്റ് നേരത്തേക്ക് അനങ്ങാതെ നിന്നു. മിസ്റ്റർ ബംബിളിനെ മുഖം കാണിക്കുന്നതിന് മുമ്പായി അവന് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും സങ്കടത്തിൻ്റെയും ഭീകരതയുടെയും ഭാവങ്ങളും മുഖത്തേക്ക് വരുത്തി തീർക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം 1-2 മിനിറ്റുകൾ കൊണ്ട് സാധിച്ചതിന് ശേഷം അവൻ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കരയുന്നതിനിടയിൽ അവൻ ഗേറ്റിൽ തട്ടി ഉച്ചത്തിൽ വിളിക്കുന്നുമുണ്ടായിരുന്നു. ഗേറ്റിന് മുന്നിൽ നിന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുന്ന നോവാ ക്ലേയെ പ്രായം ചെന്ന ഒരു തൊഴിലാളിയെത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടത്തി. "നീ എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നത്?" ആ മനുഷ്യൻ ചോദിച്ചു. "ബംബിൾ സാർ, ബംബിൾ സാർ" എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ അകത്തേക്കോടി. അവൻ്റെ ശബ്ദം ആ കെട്ടിടത്തിലുള്ളവരെ മാത്രമല്ല അയൽക്കാരെ കൂടി പരിഭ്രാന്തരാക്കും വിധമായിരുന്നു. അത്രമാത്രം ഭീകരതയോടെയാണ് അവൻ നിലവിളിച്ചത്. കാര്യത്തിൻ്റെ ഗൗരവം വളരെ കൂടുതലാണെന്ന് കേൾവിക്കാരെ ബോധിപ്പിക്കാൻ മാത്രം ശക്തമായിരുന്നു അവൻ്റെ അലമുറയിടൽ. മാത്രവുമല്ല, തലയിൽ ഒരു തൊപ്പി പോലുമില്ലാതെയാണ് അവൻ ഓടി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംഭവം അത്ര നിസ്സാരമായിരിക്കാൻ സാധ്യതയില്ലെന്ന് ഏവർക്കും ബോധ്യപ്പെടുമല്ലോ. അവൻ്റെ നിലവിളി കേട്ട് ബംബിൾ പുറത്തേക്ക് ഓടിയെത്തി അമ്പരപ്പോടെ കാര്യം തിരക്കി. "എന്താണ്? എന്തുണ്ടായി?" "ബംബിൾ സാർ, ബംബിൾ സാർ, ഒലിവർ." അവൻ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുന്നതുപോലെ അഭിനയിച്ചു. ബംബിൾ വീണ്ടും അവനോട് ചോദിച്ചു, "എന്താണ് നോവ, ഒലിവറിന് സംഭവിച്ചത്? അവൻ ഓടിപ്പോയിട്ടൊന്നുമില്ലല്ലോ?" "ഇല്ല സാർ, ഇല്ല, അവൻ ഓടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷേ അവൻ വലിയ അക്രമിയായി മാറിയിരിക്കുന്നു." നോവ കിതച്ചുകൊണ്ട് തുടർന്നു. "സാർ, അവൻ എന്നെ കൊല്ലാൻ നോക്കി. പിന്നീട് ചാർലോട്ടിയെയും മിസ്സിസ് സോവർബെറിയെയും കൊല്ലാൻ നോക്കി. ഹോ, എനിക്കിപ്പോഴും ശരീരം മുഴുവനും വേദനിക്കുന്നുണ്ട് സാർ. അങ്ങിതൊന്ന് നോക്കിക്കേ." അവൻ തൻ്റെ ശരീരത്തിൽ നിന്നും കോട്ട് വലിച്ചൂരിയ ശേഷം തിരിഞ്ഞും മറിഞ്ഞും കുനിഞ്ഞും നിവർന്നും ഒലിവർ ട്വിസ്റ്റ് ഏൽപ്പിച്ച മുറിവുകൾ ബംബിളിനെ കാണിച്ചു കൊടുത്തു. ഓരോ പ്രവൃത്തിയിലും അവൻ ഞരങ്ങുകയും മൂടുകയും ചെയ്തുകൊണ്ട് വേദനയുടെ തീവ്രത അഭിനയിച്ചു. തൻ്റെ അഭിനയം നന്നായി ഫലിക്കുന്നുണ്ടെന്ന് ബംബിളിൻ്റെ മുഖഭാവത്തിൽ നിന്നും അവന് ബോധ്യമായപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ ഞരങ്ങുകയും കരയുകയും ചെയ്തു. ഈ സമയത്താണ് വെള്ളക്കോട്ടുധാരിയും ഒലിവർ ട്വിസ്റ്റിനെ ഒരു നാൾ തൂക്കിലിടേണ്ടി വരുമെന്ന് പ്രവചനം നടത്തിയവനുമായ മാന്യൻ ഇടനാഴിയിലൂടെ നടന്നു വരുന്നത് നോവ കണ്ടത്. അയാളെ കണ്ടതോടെ നോവയുടെ കരച്ചിലും സംസാരവും കൂടുതൽ ഉച്ചത്തിലായി. വെള്ളക്കോട്ടുധാരി ഏതാനും അടി മുന്നോട്ട് വെച്ചതിന് ശേഷം നോവയുടെ കരച്ചിൽ കേട്ട് അസഹ്യതയോടെ വിളിച്ചു ചോദിച്ചു, "ബംബിൾ, ആരാണ് അവിടെ നിന്ന് മോങ്ങുന്നത്?" "സർ, ഇവൻ ആ ശവപ്പെട്ടിക്കടക്കാരൻ്റെ കടയിലെ തൊഴിൽ പരിശീലകനാണ്. പാവം കുട്ടി. ഇവനെ ആ ഒലിവർ ട്വിസ്റ്റ് കൊല്ലാൻ നോക്കി." ബംബിൾ വെള്ളക്കോട്ടുധാരിയോട് വിളിച്ചു പറഞ്ഞു. "എൻ്റെ ദൈവമേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ തെണ്ടിച്ചെക്കനെ ഒരു നാൾ തൂക്കിലിടേണ്ടി വരുമെന്ന്." വെള്ളക്കോട്ടുധാരി അമ്പരപ്പോടെ പ്രതികരിച്ചു. "സർ, എനിക്ക് കേട്ടിട്ട് തന്നെ ഭയം തോന്നുന്നു. അവൻ അവിടുത്തെ സ്ത്രീകളെയും കൊല്ലാൻ നോക്കിയത്രേ." ബംബിൾ തൻ്റെ ഭാഗം വെള്ളക്കോട്ടുധാരിയോട് പറഞ്ഞു വെച്ചു. "എന്ത്, മിസ്സിസ് സോവർബെറിയെയോ?" വെള്ളക്കോട്ടുധാരി അമ്പരപ്പോടെ ചോദിച്ചു. അതേ എന്ന ഭാവത്തിൽ നോവാ ക്ലേ തലയാട്ടി. "അപ്പോൾ മിസ്റ്റർ സോവർബെറി അവിടെ ഇല്ലേ?" അയാൾ അന്വേഷിച്ചു. "ഇല്ല സാർ, ഉണ്ടായിരുന്നെങ്കിൽ അവൻ യജമാനനെയും കൊല്ലാൻ നോക്കിയേനെ." ഇത്രയും പറഞ്ഞതിന് ശേഷം നോവാ ക്ലേ ബംബിളിന് നേരെ തിരിഞ്ഞു. "ബംബിൾ സാർ, അങ്ങ് ഉടൻ തന്നെ അവിടേക്ക് വരണമെന്നാണ് യജമാനത്തെ പറഞ്ഞയച്ചത്. സാർ, ഉടനെ എത്തി എല്ലാവരെയും രക്ഷിക്കണം." "എൻ്റെ കുട്ടി, ബംബിൾ തീർച്ചയായും അങ്ങനെ ചെയ്യുന്നതാണ്." ഇത്രയും പറഞ്ഞുകൊണ്ട് വെള്ളക്കോട്ടുധാരി നോവാ ക്ലേയുടെ തലയിൽ തടവിയിട്ട് ഒരു പെനിയെടുത്ത് അവന് നേരെ നീട്ടി. അവനത് വാങ്ങി പോക്കറ്റിലിട്ടു. അയാൾ ബംബിളിനോട് പറഞ്ഞു, "ബംബിൾ, നിങ്ങൾ ഉടൻ തന്നെ അവിടേക്ക് പോകണം. നിങ്ങളുടെ ചൂരൽ വടിയും എടുത്തോളൂ. അവൻ എന്ത് ശിക്ഷ നൽകിയാലും കുഴപ്പമില്ല. വേഗമാകട്ടെ." ഉടൻ തന്നെ ബംബിൾ തൻ്റെ പൊങ്ങച്ചത്തൊപ്പിയും ചൂരലും കയ്യിലെടുത്തിട്ട് നോവാ ക്ലേക്കൊപ്പം തിടുക്കത്തിൽ സോവർബെറിയുടെ കട ലക്ഷ്യമാക്കി നടന്നു. വഴിയിലെങ്ങും അല്പം പോലും സമയം പാഴാക്കാതിരിക്കാൻ ബംബിൾ ശ്രദ്ധിച്ചിരുന്നു. അവർ അവിടെ എത്തിയപ്പോഴും കാര്യങ്ങൾ പഴയപടി തന്നെ തുടരുകയാണ്. സോവർബെറി ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. ഒലിവർ ട്വിസ്റ്റ് ആ സമയത്തും വാതിലിൽ മുട്ടുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ബംബിൾ ചെന്നപാടെ കാര്യങ്ങളെല്ലാം മിസ്സിസ് സോവർബെറി, ചാർലോട്ടി തുടങ്ങിയ ഒലിവറിൻ്റെ ശത്രുക്കളിൽ നിന്നും ചോദിച്ചറിഞ്ഞു. അതിനുശേഷം അയാൾ എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ അല്പനേരം ഒലിവറിനെ പൂട്ടിയിട്ടിരുന്ന മുറിയുടെ വാതിൽക്കൽ നിന്നു. മുറിയുടെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഒലിവറിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നറിയാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനായി അയാൾ പലതവണ തൻ്റെ ചൂരൽ വടി കൊണ്ട് കതകിൽ ആഞ്ഞടിച്ചു. തുടർന്ന് താക്കോൽ ദ്വാരത്തിൽ തൻ്റെ മുഖം അമർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിളിച്ചു, "ഒലിവർ, എന്നെ ഈ മുറിയിൽ നിന്നും തുറന്നുവിടൂ." ഒലിവർ അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു. "ഒലിവർ, നീ ഈ ശബ്ദം ആരുടേതാണെന്ന് തിരിച്ചറിയുന്നുണ്ടോ?" ബംബിൾ ചോദിച്ചു. "ഉവ്വ്, തിരിച്ചറിയുന്നു," അവൻ പറഞ്ഞു.
എന്നിട്ടും നിനക്ക് തീരെ ഭയം തോന്നുന്നില്ലേ? ഇല്ല. അവൻ ധീരമായി തന്നെയാണ് ബമ്പിളിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തെ നേരിട്ടത്. സ്വാഭാവികമായും താൻ ഒലിവറിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു മറുപടി കേട്ട് ബമ്പിൾ ആകെ അമ്പരപ്പിലായി. പെട്ടെന്ന് തന്നെ അയാൾ കഥകിൽ നിന്നും തൻ്റെ മുഖം മാറ്റി പിന്നോട്ട് നീങ്ങിയ ശേഷം നിശബ്ദനായി തനിക്ക് ചുറ്റും നിൽക്കുന്ന 3 മനുഷ്യരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ബമ്പിൾ സാർ, ആ ചെക്കന് ഭ്രാന്താണ്, മിസ്സിസ് സോവർബറി വിലപിച്ചു. ബമ്പിൾ കുറച്ചുനേരം ധ്യാനനിരതനായി നിൽക്കുന്നത് പോലെ എന്തോ ആലോചിച്ചു കൊണ്ട് നിന്നു. തുടർന്ന് മിസ്സിസ് സോവർബറിക്ക് മറുപടി പറഞ്ഞു. ഇല്ല, ഇതല്ല പ്രശ്നം. പ്രശ്നം ഇറച്ചിയാണ്. എന്ത്? ഒന്നും മനസ്സിലാകാത്തതുപോലെ മിസ്സിസ് സോവർബറി അമ്പരെന്ന് ബമ്പിളിനെ നോക്കി. മാം, ഇത് ഇറച്ചി തന്നെയാണ് പ്രശ്നം. തൻ്റെ കണ്ടുപിടുത്തത്തെ ന്യായീകരിക്കും വിധം ഒരു തത്വജ്ഞാനിയുടെ ഗമയോടെ അവരെ സൂക്ഷിച്ചൊന്ന് നോക്കിയ ശേഷം ബമ്പിൾ തുടർന്നു. നിങ്ങൾ അവന് ആവശ്യത്തിലധികം ഇറച്ചിയും മറ്റു ഭക്ഷണവും നൽകിയതിൻ്റെ കുഴപ്പമാണിത്. അതുവഴി നിങ്ങൾ അവൻ്റെ ആത്മാവിന് കൂടുതൽ ഊർജം പകർന്നു നൽകി, ശരീരത്തിന് പുതുജീവൻ നൽകി. ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ പള്ളിക്കമ്മിറ്റിക്കാർ പലപ്പോഴും ബുദ്ധിപരമായും തത്വചിന്താപരവുമായാണ് പെരുമാറുന്നത്. ആവശ്യത്തിലധികം ഭക്ഷണം നൽകി ഇത്തരം അനാഥന്മാരായവരെ ചീത്തയാക്കരുത്. അവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മാത്രമേ നൽകാവൂ. ഈ ചെക്കന് നിങ്ങൾ ആവശ്യത്തിലധികം ഭക്ഷണം നൽകിയില്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല മാം. അതെ, എല്ലാറ്റിനും കാരണം എൻ്റെ ഈ അടുക്കള തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ കണ്ണുകളെ അടുക്കള ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു. അടുക്കളയിൽ മിച്ചം വന്നതും ആർക്കും കഴിക്കാൻ യോഗ്യമല്ലാത്തതുമായ ഭക്ഷണം മുഴുവനും അവർ ഒലിവർ ട്വിസ്റ്റിന് വിളമ്പിക്കൊണ്ടിരുന്നു. യാതൊരു മടിയും കൂടാതെ അവൻ അതെല്ലാം അകത്താക്കി. പട്ടി പോലും കഴിക്കാൻ വിസമ്മതിക്കുന്ന ഭക്ഷണം പോലും അങ്ങനെ ഒലിവറിൻ്റെ വയറിനകത്തെത്തി. ഇപ്പോൾ അവർ വിലപിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മിസ്റ്റർ ബമ്പിൾ ആകട്ടെ തൻ്റെ കണ്ടുപിടുത്തത്തെ മിസ്സിസ് സോവർബറി അംഗീകരിച്ചതിൻ്റെ സന്തോഷത്തിലും. മിസ്സിസ് സോവർബറി വീണ്ടും തൻ്റെ കണ്ണുകൾ തന്നിലേക്ക് തിരിച്ചെത്തിച്ചപ്പോൾ ബമ്പിൾ തുടർന്നു. ഇതിനുള്ള ഏക പരിഹാരം അവനെ പട്ടിണിക്കിടുക എന്നത് മാത്രമാണ്. നിങ്ങൾ അവനെ എത്രമാത്രം ചൈതന്യവത്താക്കിയോ അതെല്ലാം ഇല്ലാതാക്കണം. അതുവഴി അവൻ്റെ നവചൈതന്യം വന്ന ആത്മാവ് നശിക്കണം. അവനിപ്പോൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ കിടക്കട്ടെ. ബമ്പിളിൻ്റെ നിർദ്ദേശം മിസ്സിസ് സോവർബറി തലയാട്ടി സമ്മതിച്ചു. അതിനുശേഷം ബമ്പിൾ തനിക്കറിയാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രഹസ്യം കൂടി അവരുമായി പങ്കുവച്ചു. ഇവൻ്റെ ജന്മം തന്നെ ശപിക്കപ്പെട്ടതാണ്. പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത നീചജന്മം. ഞാനിത് പറയുന്നത് പള്ളിയുടെ രേഖകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവൻ്റെ അമ്മ തെണ്ടി നടന്നാണ് ജീവിച്ചിരുന്നതെന്നും ആ യാത്രയിലാണ് അവർ ഗർഭം ധരിച്ചതെന്നും ഇവനെ പ്രസവിച്ച ഉടൻ തന്നെ അവൾ മരിച്ചെന്നും അവരെ പരിചരിച്ച ഡോക്ടറും നേഴ്സും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അമ്മയെക്കുറിച്ച് ബമ്പിൾ വളരെ മോശമായി സംസാരിക്കുന്നത് അടച്ചിട്ട മുറിയിൽ കിടന്നിരുന്ന ഒലിവർ കേൾക്കാനിടയായി. അത് അവനിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. ബമ്പിൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാതിരിക്കാനായി അവൻ കതകിൽ ചവിട്ടിയും ഇടിച്ചും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അലറി വിളിച്ച് എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരുന്നു. മിസ്സിസ് സോവർബറിയും ബമ്പിളും നോവയും ചാർലോട്ടിയും മിസ്റ്റർ സോവർബറി വരുന്നതുവരെ അങ്ങനെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. അകത്തെ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ് മിസ്റ്റർ സോവർബറി വീട്ടിലേക്കെത്തിയത്. മിസ്സിസ് സോവർബറി ഒലിവറെ കുറ്റവാളിയാക്കിക്കൊണ്ട് കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടിയാണ് തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ബമ്പിൾ എത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ തന്നെയും മറ്റുള്ളവരെയും കൊല്ലാൻ പോലും മടിക്കത്തില്ലായിരുന്നുവെന്നും അവർ പറഞ്ഞു വെച്ചു. അയാൾ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നതിന് ശേഷം പതുക്കെ വാതിൽ തുറന്ന് ഒലിവർ ട്വിസ്റ്റിനെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി. നോവാക്ലേയുമായിട്ടുണ്ടായ പിടിവലിക്കിടയിൽ അവൻ്റെ ഷർട്ട് കീറുകയും ശരീരമാസകലം മുറിവ് പറ്റുകയും ചെയ്തിരുന്നു. മുഖം ചുവന്ന് കരുവാളിച്ചും അവിടെവിടെയായി വീർത്തും തലമുടി അലസമായി മുഖത്തേക്ക് അടർന്നു വീണും കിടന്നിരുന്നു. സോവർബറി അവനെ പുറത്തേക്ക് വലിച്ചിറക്കിയപ്പോഴും അവൻ രൂക്ഷമായി നോവയെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പക അപ്പോഴും അവസാനിച്ചിരുന്നില്ല. കൊള്ളാം, നീ ഒരു കൊച്ചു മിടുക്കൻ തന്നെയാണല്ലോ. സോവർബറി അവൻ്റെ ഇരു തോളിലും പിടിച്ച് ശക്തിയായി കുലുക്കിയ ശേഷം അവന് വേദനിക്കാത്ത വിധം ചെവി പിടിച്ച് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അവൻ എൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ചു. ഒലിവർ മറുപടി പറഞ്ഞു. അവളൊരു തെണ്ടിയും ദുർനടത്തക്കാരിയും ആയിരുന്നുവല്ലോ, അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്. മിസ്സിസ് സോവർബറി അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. അല്ല, ഒരിക്കലുമല്ല, എൻ്റെ അമ്മ അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നില്ല. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ചു പറഞ്ഞു. അല്ല, അവൾ അങ്ങനത്തെ ഒരു സ്ത്രീ തന്നെയായിരുന്നു. മിസ്സിസ് സോവർബറി വാശിയോടെ ഒലിവറെ നേരിട്ടു. നിങ്ങൾ കള്ളം പറയുകയാണ്. എൻ്റെ അമ്മ അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നില്ല. ഒലിവർ വിട്ടുകൊടുത്തില്ല. തന്നെ ഒരു കള്ളിയായി ഒരു വീറച്ചെറുക്കൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചത് സഹിക്കാൻ മിസ്സിസ് സോവർബറിക്ക് ആവുമായിരുന്നില്ല. അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകിടെ താഴേക്ക് വീണു.
കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് മിസ്റ്റർ സോവർബറിക്കും തോന്നി തുടങ്ങി. ഒലിവർ ട്വിസ്റ്റിനെ ശിക്ഷിക്കാൻ അയാൾക്കാവുമായിരുന്നില്ല. എന്നാൽ അന്നാട്ടിലെ എല്ലാ ഭാര്യമാരെയും പോലെ തൻ്റെ ഭാര്യയും അവളുടെ അവസാനത്തെ അടവും പുറത്തെടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് താൻ കാര്യബോധത്തോടെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ തനിക്കെതിരെയും തിരിയും. വേണ്ടി വന്നാൽ ഈ സദസ്സിൽ വെച്ച് തന്നെ അവൾ തന്നെ തെറിവിളിക്കും, അധിക്ഷേപിക്കും, അപമാനിച്ച് സംസാരിക്കും. അതൊഴിവാക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ സോവർബറി ഉടനെ തന്നെ ഒലിവറെ ഒരു വടിയെടുത്ത് അവന് നോവാത്ത വിധത്തിൽ 2 അടി കൊടുത്തു. എന്നാൽ ബംബിൾ തനിക്ക് കിട്ടിയ അവസരം പാഴാക്കാൻ ഒരുക്കമായിരുന്നില്ല. അയാൾ തൻ്റെ കയ്യിലിരുന്ന ചൂരലുകൊണ്ട് ഒലിവറെ തലങ്ങും വിലങ്ങും അടിച്ചു. അവനൊന്ന് ഒച്ച വയ്ക്കുക പോലും ചെയ്യാതെ നിശബ്ദനായി ആ അടി മുഴുവനും ഏറ്റുവാങ്ങി. മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു ദുർബലനാണെന്ന് ബോധ്യപ്പെടുത്താൻ അവൻ ഒരുക്കമായിരുന്നില്ല. എല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ മിസ്സിസ് സോവർബറി അവനെ വലിച്ചഴിച്ച് വീണ്ടും വിറകുപുരയിൽ തള്ളി കതകടച്ചു. അന്ന് പകൽ മുഴുവനും അവൻ അതിൽ കഴിച്ചുകൂട്ടി. ഇടയ്ക്ക് 1-2 കഷ്ണം ബ്രെഡും അല്പം വെള്ളവും അവർ അകത്തേക്ക് തള്ളി വെച്ചു കൊടുത്തു. നേരമിരുട്ടിയപ്പോൾ മിസ്സിസ് സോവർബറിയും ചാർലോട്ടിയും നോവയും മുറിയുടെ മുന്നിലെത്തി. മിസ്സിസ് സോവർബറി അപ്പോഴും ഒലിവർ ട്വിസ്റ്റിനെ തെറി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. മുറി തുറന്നിട്ട് അവനോട് സ്ഥിരമായി കിടക്കാറുള്ള ശവപ്പെട്ടി മുറിയിൽ പോയി കിടക്കാൻ നിർദ്ദേശിച്ചു. അവൻ അനുസരിച്ചു. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പകലത്തെ സംഭവവികാസങ്ങൾ അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് വിങ്ങിപ്പൊട്ടി ആ രാത്രി മുഴുവനും അവൻ ഒരേ ഇരിപ്പിരുന്നു. അവരുടെ മുന്നിൽ താൻ കരയാതെ പിടിച്ചു നിന്നതിൽ അവൻ അഭിമാനം തോന്നി. അവർ എല്ലാവരും കൂടി തന്നെ വേട്ടയാടുകയായിരുന്നുവെന്ന് തോന്നിയപ്പോൾ അവന് സങ്കടം സഹിക്കാനായില്ല. അവർ തന്നെ ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നുവെന്ന് അവൻ ഓർത്തു. ഇടയ്ക്ക് തറയിൽ മുട്ടുകുത്തിയിരുന്ന് തൻ്റെ മുഖം കൈവെള്ളയിൽ അമർത്തിപ്പിടിച്ച് അവൻ തേങ്ങിക്കരഞ്ഞു. ഒന്ന് ആശ്വസിപ്പിക്കാൻ, ചേർത്ത് പിടിച്ചൊന്ന് ആശ്ലേഷിക്കാൻ തനിക്ക് ആരുമില്ലല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ നെഞ്ചു പിടഞ്ഞു. ദൈവം അവൻ്റെ കുഞ്ഞുങ്ങളിൽ ചിലരെയെങ്കിലും ഇങ്ങനെ അനാഥരും ആർക്കും വേണ്ടാത്തവരുമായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയക്കുന്നു. അവരിലൊരുവനാണ് ഞാൻ. ഒലിവർ ആ ഇരിപ്പ് മണിക്കൂറുകളോളം തുടർന്നു. മെഴുകുതിരി എരിഞ്ഞൊടുങ്ങിയതൊന്നും അവൻ അറിഞ്ഞില്ല. പിന്നീട് അവൻ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ജനലിൻ്റെ പാളികൾ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിന്നു. തണുത്തു മരവിച്ചതും കൂടുതൽ ഇരുൾ പരന്നതുമായിരുന്നു ആ രാത്രി. ആകാശത്തിൻ്റെ അടരുകളിൽ എവിടെയോ മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ ഇപ്പോൾ സാധാരണയേക്കാളും കൂടുതൽ അകലത്തിലാണെന്ന് അവന് തോന്നി. കാറ്റ് നിശ്ചലമായിരുന്നു. വൃക്ഷങ്ങളുടെ നിഴലുകൾ നിലത്ത് വീണുകിടക്കുന്നു. അതെല്ലാം ശ്മശാനത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രേതങ്ങളെപ്പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. ഭയം തോന്നിയപ്പോൾ അവൻ പതുക്കെ ജനൽപ്പാളികൾ അടച്ചുപൂട്ടി. എന്തെല്ലാമോ അവൻ ആലോചിച്ചുറപ്പിച്ചിരുന്നു. തൻ്റെ സമ്പാദ്യങ്ങളായ ഏതാനും തുണികൾ ഇതിനോടകം തന്നെ അവൻ ഒരു കീറത്തുണിയിൽ പെറുക്കി വെച്ച് കെട്ടിവെച്ചിരുന്നു. നേരം പുലരുന്നതിനായി അവൻ കാത്തിരിക്കുകയാണ്. പ്രഭാതസൂര്യൻ്റെ കിരണങ്ങൾ കിഴക്കേ ചക്രവാളത്തിൽ പൊട്ടിവിരിഞ്ഞപ്പോൾ അവൻ പതുക്കെ വാതിലുകൾ തുറന്ന് പുറത്തെ തെരുവിലേക്കിറങ്ങി. ചുറ്റിനും നോക്കി. തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. റോഡിലേക്കെത്തിയപ്പോൾ അവൻ ഒരു നിമിഷം നിന്നു. എങ്ങോട്ട് പോകും? വലത്തേക്കോ ഇടത്തേക്കോ? എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അവന് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. അപ്പോഴും ഇരുൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ല. കുന്നിറങ്ങിപ്പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് അവൻ അപ്പോഴാണ് ഓർത്തത്. എങ്കിൽ ആ വഴിക്ക് തന്നെ നടക്കാൻ അവൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഇരുവശത്തും പാടശേഖരങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു ഇടുങ്ങിയ പാതയിലെത്തി. അതിലൂടെ അവൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. വീണ്ടും ഒരു പ്രധാന പാതയിലെത്തി. പെട്ടെന്നാണ് അവന് ആ വഴിയെക്കുറിച്ച് ഓർമ്മ വന്നത്. ബംബിളിനൊപ്പം ഫാം ഹൗസിലേക്ക് ഈ വഴിയെ നടന്നിട്ടുണ്ട്. അതോർത്തപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. കാലുകൾ കുഴഞ്ഞു പോകുന്നത് പോലെ. അഗതി മന്ദിരത്തിൻ്റെ മുന്നിലൂടെയുള്ള വഴിയായിരിക്കുമോ അതെന്ന് അവന് സംശയമായി. തിരിച്ചു പോയാലോ എന്ന് പോലും അവൻ ചിന്തിച്ചു. ഇതിനോടകം തന്നെ അവൻ വളരെ ദൂരം നടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി തിരിച്ചു നടക്കുക എന്നതും വലിയ ബുദ്ധിമുട്ടായിരിക്കും. സമയനഷ്ടം വേറെയും. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഈ വഴി അഗതി മന്ദിരത്തിന് മുന്നിലൂടെ ആണെങ്കിലും ഈ സമയത്ത് അതിലെ നടന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് മുന്നോട്ട് തന്നെ നടക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ കാലുകൾ വലിച്ചു വെച്ച് നടന്നു. അവൻ്റെ ഭയം ശരിയായിരുന്നു. അവൻ എത്തപ്പെട്ടത് അഗതി മന്ദിരത്തിന് മുന്നിൽ തന്നെയായിരുന്നു. ഒലിവറിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. നെഞ്ചിടിപ്പ് ഉയർന്നുയർന്നു വന്നു. അവൻ പതുക്കെ ഗേറ്റിലേക്ക് നോക്കി. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. അവൻ ഗേറ്റിന് മുന്നിലെത്തി. അത് പൂട്ടിയിരിക്കുകയാണ്. അവൻ അകത്തെ ഗാർഡനിലേക്ക് നോക്കി. അന്തേവാസികളാരും ഉണർന്നിട്ടില്ല. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. എന്നാൽ സൂക്ഷിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്ന് പുല്ലു പറിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അവിടെ നിന്ന് ആ കുട്ടിയെ സൂക്ഷിച്ചു നോക്കി. തൻ്റെ കൂട്ടുകാരിൽ ഒരാൾ തന്നെയാണ് അതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതെ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഡിക്കാണ് അത്. തൻ്റെ കളിക്കൂട്ടുകാരൻ. പലപ്പോഴും
അഗതി മന്ദിരത്തിലെ പീഡനങ്ങൾ അവനോടൊപ്പമാണ് താൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആ അഗതി മന്ദിരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവൻ അവനാണ്. ഡിക്കിനെ കണ്ടപ്പോൾ ഒലിവറിൻ്റെ മുഖം പ്രസന്നമായി. ഒലിവർ തൻ്റെ തല ഗേറ്റിൻ്റെ വിടവിലൂടെ അകത്തേക്കിട്ട് പതുക്കെ ചൂളം കുത്തി. അവൻ്റെ ചൂളം കുത്തൽ തിരിച്ചറിഞ്ഞ ഡിക്ക് അങ്ങോട്ട് ഓടിയെത്തി. ഒലിവർ അവൻ്റെ കയ്യിൽ തലോടി. നീ മാത്രമേ ഉണർന്നുള്ളൂ? ഒലിവർ ചോദിച്ചു. അതെ, ഞാൻ മാത്രമേയുള്ളൂ. എങ്കിൽ എന്നെ കണ്ട കാര്യം നീ ആരോടും പറയേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ദൂരെ, അങ്ങ് ദൂരെ എവിടേക്കെങ്കിലും പോകണം. എവിടെയെങ്കിലും എൻ്റെ ജീവിതം കണ്ടെത്തണം. അവർ എന്നെ വല്ലാതെ ഉപദ്രവിച്ചു ഡിക്ക്. നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ ഡിക്ക്. അവൻ തൻ്റെ വിളറിയ മുഖം കൊണ്ട് ചെറുതായി ചിരിച്ചു. ഒലിവർ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. ഏതായാലും നിന്നെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞല്ലോ, എനിക്ക് സന്തോഷമായി. ഇല്ല ഇല്ല, ഞാൻ നിന്നോട് വിട പറയുന്നത് വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രത്യാശയോട് തന്നെയാണ്. ഇല്ല ഡിക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും, തീർച്ച. അപ്പോൾ നീ നല്ല സന്തോഷത്തിലുമായിരിക്കും. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്നു ഒലിവർ. എന്നാൽ ഡോക്ടർക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ രാത്രികളിലും സ്വർഗത്തെയും മാലാഖമാരെയുമാണ് സ്വപ്നം കാണുന്നത്. അവർ എന്നെ ചുംബിക്കുന്നതും തലോടുന്നതുമാണ് എന്നും കാണുന്നത്. അവർ ഉമ്മ വയ്ക്കുമ്പോഴെല്ലാം ഞാൻ ഉണർന്നു പോകും. അപ്പോൾ അവരെ കാണത്തില്ല. ഡിക്ക് പതുക്കെ തൻ്റെ കുഞ്ഞിക്കൈകൾ വലിച്ചു പിടിച്ച് ഗേറ്റിന് മുകളിലേക്ക് തല പൊന്തിച്ചു. പോകുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് ചുംബിക്കണം, അവൻ പറഞ്ഞു. ഒലിവർ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് കവിളിൽ തിരുതിരെ ചുംബിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഡിക്ക് പതുക്കെ മന്ത്രിച്ചു. ഒലിവർ തിരിഞ്ഞു നോക്കി മുന്നോട്ട് നടന്നു. ഡിക്കിൻ്റെ മുഖം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ തൻ്റെ കാലുകൾക്ക് വേഗത കൂട്ടി. ജീവിതത്തിൽ ആദ്യമായി തന്നെ ആശ്വസിപ്പിക്കുകയും തനിക്ക് നന്മകൾ നേരുകയും ചെയ്തുകൊണ്ട് തൻ്റെ നെറ്റിയിൽ സ്നേഹപൂർവ്വം ചുംബിച്ചത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു സ്നേഹിതനാണല്ലോ എന്നാണ് നടക്കുമ്പോഴും ഒലിവർ ഓർത്തത്. ഈ ചുംബനം തൻ്റെ ജീവിതകാലത്തൊരിക്കലും മറക്കാനാവില്ലല്ലോ എന്നും അവൻ മനസ്സിലാക്കി.